CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അമിത്ഷാ പാർലമെന്റിൽ വരാത്തത് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എംപിമാർ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. അമിത്ഷാ ഭയപ്പെടുന്നില്ലെന്നും രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് അദ്ദേഹത്തെ ഭയപ്പെടുന്നതെന്നും BJP പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഇന്നും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ലോക്സഭ 2 മണിവരെ നിർത്തിവെക്കേണ്ട സാഹചര്യം. അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ പ്രതിപക്ഷം. എങ്ങനെയായിരുന്നു ഇന്നത്തെ സഭാ നടപടികൾ? അശ്വതി, പാർലമെന്റ് ഇന്നും പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ 11 മണിക്ക് നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഈ CJPയുടെ സമരത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ഒപ്പം ആഭ്യന്തരമന്ത്രി പാർലമെന്റിലേക്ക് എത്താത്തത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പ്രതിപക്ഷം മുദ്രാവാക്യം വിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തതോടുകൂടിയാണ് സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചത്. സ്പീക്കർ നിരവധി തവണ പ്രതിപക്ഷ അംഗങ്ങളോട് സീറ്റുകളിൽ പോയി ഇരിക്കണമെന്നും ലോക്സഭയുടെ നടപടികൾ നടത്താൻ അനുവദിക്കണം, ചോദ്യോത്തരവേള പാർലമെന്റ് അംഗങ്ങളുടെ അവകാശമാണ്, ചോദ്യോത്തരവേള നടത്താനുള്ള അവസരമുണ്ടാകണമെന്ന് നിരവധി തവണ സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും അതിനോട് വഴങ്ങാതെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തതോടുകൂടിയാണ് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചത്. 2 മണിക്ക് സഭ ചേരുമ്പോഴും പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിഷേധം തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വർഷകാല സമ്മേളനം ആരംഭിച്ചതു മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതിലൊരു രൂക്ഷമായ വിമർശനം ഇന്നിപ്പോൾ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി JP നദ്ദ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷം പാർലമെന്റിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. പ്രതിപക്ഷം ഓരോ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുന്നു. ആ വിഷയങ്ങളോട് ചർച്ച നടത്തി സമവായത്തിലെത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് സർക്കാർ അംഗീകരിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് പ്രതിപക്ഷം നിലപാട് മാറ്റി. പ്രതിപക്ഷത്തിന്റെ നിലപാട് കൂടി അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചപ്പോൾ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുകയാണ്. ഇത് ശരിയായ നിലപാടല്ല എന്ന വിമർശനമാണ് കേന്ദ്രമന്ത്രി JP നദ്ദ ഉയർത്തിയിട്ടുള്ളത്. കൂടാതെ പാർലമെന്റിന് പുറത്ത് പ്രതികരിക്കവേ BJP അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരെയും ഭയക്കുന്നില്ല, പകരം രാജ്യത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളാണ് അദ്ദേഹത്തെ ഭയക്കുന്നത് എന്ന പ്രതികരണമാണ് BJPയുടെ അംഗങ്ങൾ നടത്തിയത്. പകരം പ്രതിപക്ഷ അംഗങ്ങൾ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും പ്രതിഷേധവും തുടരുന്നു. ഇന്ന് പാർലമെന്റിനകത്തും ഒപ്പം പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപ് പാർലമെന്റ് കവാടത്തിലും ആഭ്യന്തരമന്ത്രി എവിടെയാണ് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം പോകുന്നത്. മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു പാർലമെന്റിലെ വർഷകാല സമ്മേളനം മുഴുവൻ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്.